Hi everyone, this is Rinsi from Grow Malayalam channel. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ മുകളിൽ നിങ്ങൾക്ക് കൺട്രോൾ ഉണ്ടോ അതോ പോർട്ട്ഫോളിയോ നിങ്ങളെയാണോ കൺട്രോൾ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ നമ്മൾ കൺട്രോൾ ഏറ്റെടുക്കേണ്ട സമയമായില്ലേ? ഇപ്പം ഇയർ എൻഡ് ആയി, ഇപ്പം മാർക്കറ്റൊക്കെ എങ്ങനെയാണ് കയറുന്നതൊക്കെ നമ്മൾ കണ്ടു അല്ലേ? അപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിലേക്കാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റ് നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? നല്ല റിട്ടേൺസ് ഒക്കെ എടുക്കാൻ പറ്റിയ സമയമായിരുന്നു, നഷ്ടമായി പോയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും അല്ലേ? അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങളുടെ മുമ്പിൽ ഉള്ളതെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഒന്ന് റീബാലൻസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ എപ്പം എങ്ങനെ എന്തിന് നമ്മൾ പോർട്ട്ഫോളിയോ നമ്മൾ റിവ്യൂ ചെയ്യണം, അതുപോലെ തന്നെ റീബാലൻസ് ചെയ്യണം, ഇതായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഫണ്ടമെന്റൽസിൽ തന്നെ നമുക്ക് തുടങ്ങാം. സോ എന്താണ് ശരിക്കും ഈ പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതിപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ ഗോളായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു പ്രോസസ്സാണിത്. അപ്പോൾ പോർട്ട്ഫോളിയോ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പർ നോക്കുന്നത് മാത്രമല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നമ്മുടെ പണം, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കുന്നതും കൂടിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം? കാരണം നമ്മുടെ മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോർട്ട്ഫോളിയോ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഇത് ഓക്കെ ആണെന്നും അതുപോലെ തന്നെ ഫ്യൂച്ചർ ഗോൾസ് ഇത് ഓക്കെ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ റിവ്യൂ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിന്ന് നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാറിപ്പോകാം. അതായത് നല്ല അവസരങ്ങളൊക്കെ നഷ്ടമാവാമെന്നാണ് ഇതിൻ്റെ അർത്ഥം. സോ എപ്പോഴാണ് നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത്? അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി നോക്കാം. അപ്പോൾ റിവ്യൂ ചെയ്യുന്നത് പോലെ തന്നെ ഇത് എപ്പോൾ റിവ്യൂ ചെയ്യണം എന്നുള്ളതും അറിയേണ്ടത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എപ്പോഴാണ് ഇത് ശരിയായിട്ടുള്ള സമയം? അപ്പോൾ ഇതിന് നമുക്ക് ഒരൊറ്റ ഉത്തരം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ചില അവസരങ്ങൾ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ റിവ്യൂവിൻ്റെ ആവശ്യകത വരാം. അപ്പോൾ പല എക്സ്പേർട്സും പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം എന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ ക്വാർട്ടർലി അല്ലെങ്കിൽ സെമി ആനുവലി ഒക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും അതനുസരിച്ച് നമുക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ലൈക്ക് ഇപ്പം നമ്മുടെ വിവാഹം, നമുക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ കരിയറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമ്പോൾ പോർട്ട്ഫോളിയോ റിവ്യൂ നമ്മൾ ചെയ്യണം. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവൻറ്റ്സിലോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഡേ ടു ഡേ മാർക്കറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട് മാത്രമല്ല നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി വരേണ്ടതെന്നുള്ളത്. അപ്പോൾ മേജർ മാർക്കറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ അത് നമ്മുടെ സ്ട്രാറ്റജീനെയൊക്കെ ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാര്യമായിട്ട് തന്നെ നോക്കണം. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ എൻഡിൽ നമുക്ക് റിവ്യൂ ചെയ്യേണ്ട സമയമാണ്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ടാക്സ് ലയബിലിറ്റി അസസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുള്ളൊരു ചാൻസാണ് ഇവിടെ വരുന്നത്. അപ്പം ഇങ്ങനൊരു മാറ്റം വരുമ്പോൾ മാത്രമല്ല നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ റിവ്യൂ ചെയ്യേണ്ടത് നമ്മുടെ നിലവിലുള്ള ആവശ്യങ്ങൾ അതുപോലെ തന്നെ ഭാവിയിലുള്ള നമ്മുടെ ഗോൾസ് അനുസരിച്ചിട്ടാണ് നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് പോർട്ട്ഫോളിയോ റിവ്യൂവിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ അസറ്റ് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് റിസ്ക്കും അസറ്റ് അലോക്കേഷനും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് റീബാലൻസിങ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? ബൈ ടൈം പല ഇൻവെസ്റ്റ്മെൻറ്റ്സും പല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ ബാലൻസ് പോകും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ റിസ്ക് ലെവൽ മാറും. ഇമാജിൻ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോക്സ് പെട്ടെന്ന് വളർന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിച്ചതിലും നിങ്ങളുടെ സ്റ്റോക്സ് കൂടി. അപ്പോൾ ഇവിടെ റീബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റോക്സ് വിറ്റിട്ട് വേറെ അസറ്റ്സ് ലൈക്ക് ബോൺസ് ഒക്കെ വാങ്ങിക്കൊണ്ട് ആ ഒരു ബാലൻസിലേക്ക് നമുക്ക് തിരിച്ചു വരാവുന്നതാണ്. അപ്പം റീബാലൻസിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിസ്ക് കുറയ്ക്കുന്നത് മാത്രമല്ല, ചിട്ടയോടെ കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളത് വാങ്ങിക്കൊണ്ട് കൂടി നിൽക്കുമ്പോൾ നമ്മൾ വിൽക്കുന്നതാണ്. അപ്പം നമ്മൾ റീബാലൻസ് ചെയ്യുമ്പോൾ നല്ലപോലെ പെർഫോം ചെയ്യുന്ന അസറ്റുകളുടെ പ്രോഫിറ്റ് എടുക്കുകയാണ്. എന്നിട്ട് വളരാൻ സാധ്യതയുള്ള അണ്ടർ പെർഫോം ചെയ്ത് നിൽക്കുന്നതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അപ്രോച്ച് വഴി നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പല മാർക്കറ്റ് സൈക്കിളും നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് എന്താണ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് എന്നും എന്തിനാണ് നമ്മളിത് ചെയ്യേണ്ടതെന്നും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കത് നോക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെ പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇതിൽ 60% ഇക്വിറ്റിയിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അതായത് 6 ലക്ഷം രൂപ. ഇനിയിപ്പോൾ ബാക്കി 40%, അതായത് 4 ലക്ഷം രൂപ ബോണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കാം. സോ നമുക്ക് നോക്കാം ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണോ നിലവിലുള്ള ഇക്വിറ്റി അതുപോലെ തന്നെ ബോണ്ട് അലോക്കേഷൻ എന്നുള്ളത്. ഇനിയിപ്പം അങ്ങനെയല്ലെങ്കിൽ എങ്ങനെ നമുക്കത് റീബാലൻസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്
നിങ്ങളുടെ നിലവിലുള്ള അസറ്റ് അലോക്കേഷൻ നിങ്ങൾ അസസ് ചെയ്യുക എന്നതാണ്. അപ്പോൾ പല അസറ്റ് ക്ലാസ്സിലേക്ക് എങ്ങനെയാണ് പോർട്ട്ഫോളിയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ആദ്യം ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ടാർഗറ്റ് അലോക്കേഷനായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. അതായത് ഇവിടെ നിങ്ങൾക്ക് വേണ്ട അലോക്കേഷനായിട്ട് എങ്ങനെയാണ് നിലവിലുള്ള അലോക്കേഷൻ മാച്ച് ആവുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ടോളറൻസ് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മുടെ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇക്വിറ്റി അതുപോലെ തന്നെ ബോണ്ടിലേക്ക് 60-40 ടാർഗറ്റ് അലോക്കേഷനാണ് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ടാർഗറ്റിൽ നിന്ന് എവിടെ നിന്നാണ് നിലവിലുള്ള അലോക്കേഷൻ മാറിപ്പോയത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓവർ പെർഫോം അല്ലെങ്കിൽ അണ്ടർ പെർഫോം സെക്ടേഴ്സ് ആവാം. ഇപ്പോൾ ഒരു വർഷം ഇക്വിറ്റി നല്ലപോലെ പെർഫോമൻസ് ഉണ്ടായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഇക്വിറ്റി വാല്യൂ 8 ലക്ഷം രൂപയായിട്ട് കൂടി, അതുപോലെ തന്നെ ബോണ്ട് 5 ലക്ഷം രൂപയായിട്ട് വളർന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ പോർട്ട്ഫോളിയോ 13 ലക്ഷം രൂപയായി. ഇപ്പോൾ നിങ്ങളുടെ പുതിയ അലോക്കേഷൻ അനുസരിച്ച് 61.5% ഇക്വിറ്റിയും 38.5% ബോണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അലോക്കേഷൻ 60-40 ആയിരുന്നു. സോ ഇവിടെ റീബാലൻസിംഗ് ഉള്ള സിഗ്നലാണ് കാണിക്കുന്നത്. ഇനി നാലാമത്തെ സ്റ്റെപ്പ് റീബാലൻസ് ചെയ്യേണ്ട ട്രാൻസാക്ഷൻസ് തീരുമാനിക്കുക എന്നതാണ്. അതായത് ഏത് അസറ്റ് വാങ്ങണം അതുപോലെ തന്നെ ഏത് അസറ്റ് വിൽക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ 1.5% ഇക്വിറ്റിയിൽ നിന്ന് ബോണ്ടിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 19,500 രൂപയുടെ മുകളിലുള്ള ഇക്വിറ്റി നമ്മൾ വിൽക്കണം. അതുപോലെ തന്നെ അത്ര എമൗണ്ടിൽ തന്നെ നമ്മൾ ബോണ്ട് നമ്മൾ വാങ്ങണം. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് റീബാലൻസിങ് ട്രാൻസാക്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബൈ ഓർഡർ അതുപോലെ തന്നെ സെൽ ഓർഡർ നമ്മൾ നടത്തുക. അതായത് 19,500 രൂപയുടെ ഇക്വിറ്റീസ് വിറ്റ് ആ ഒരു സെയിം എമൗണ്ട് ബോണ്ട് വാങ്ങി കഴിയുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ 60% ഇക്വിറ്റി അതുപോലെ തന്നെ 40% ബോണ്ടിലേക്ക് വരും. അതായത് ഇക്വിറ്റിയിൽ 7,80,500 രൂപയും വരും, അതുപോലെ തന്നെ ബോണ്ടിൽ 5,19,500 അങ്ങനെ 13 ലക്ഷം ടോട്ടൽ. ഇനി ആറാമത്തെ സ്റ്റെപ്പ് മോണിറ്റർ ആൻഡ് റിപ്പീറ്റ്. അതായത് റീബാലൻസിങ് എന്ന് പറഞ്ഞാൽ വൺ ടൈം ടാസ്ക് അല്ല. അപ്പോൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾ മോണിറ്റർ ചെയ്യുക, എന്നിട്ട് റെഗുലർലി നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പം വരുന്നൊരു ചോദ്യം ഇതാവും, അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് റീബാലൻസ് ചെയ്യാമെന്നുള്ളത്. സോ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കിനി നോക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക് മെത്തേഡ് തന്നെയാണ്, നമ്മൾ സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നിങ്ങളുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. അതായത് പല ടൈപ്പ് വാല്യൂ അക്കൗണ്ട്സ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ കാറ്റഗറിയിലേക്ക് നിങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പെർസെൻറ്റേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് അലോക്കേഷനിലേക്ക് എത്ര നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് മാനുവൽ വർക്കൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ബ്രോക്കറേജ് സോഫ്റ്റ്വെയർ ആണ്. അപ്പം ഇന്ത്യയിൽ പല ഫേമുകൾ ലൈക്ക് ഇപ്പോൾ ഗ്രോയൊക്കെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഒരിടത്ത് കാണാനായിട്ടുള്ള ടൂൾസ് ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അസറ്റ് അലോക്കേഷൻ ഒരു കംപ്ലീറ്റ് ലുക്ക് നൽകിക്കൊണ്ട് റീബാലൻസിങ് കുറച്ചും കൂടി സ്പെസിഫിക് ആക്കുന്നുണ്ട്. ഇനിയിപ്പം പോർട്ട്ഫോളിയോ റീബാലൻസിന് മാത്രമായിട്ടുള്ള ഓപ്ഷൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആ ഒരു ഓപ്ഷൻസിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യാനും റീബാലൻസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസിലേക്ക് നമുക്ക് പോകാം. ആദ്യം നമുക്ക് ഒഴിവാക്കേണ്ട കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം, നമുക്കൊരു ഇമോഷണൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ പെട്ടെന്ന് കയറ്റവും ഇറക്കമൊക്കെ വരുമ്പോൾ നമ്മുടെ അസറ്റ് അലോക്കേഷൻ നല്ലപോലെ മാറ്റുന്ന ഒരു പ്രവണതയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഷോർട്ട് ടേം മാർക്കറ്റ് മൂവ്മെൻറ്റ്സിൽ റിയാക്ട് ചെയ്യാതെ നമ്മൾ ലോങ് ടേം സ്ട്രാറ്റജിയിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുക. ഇനി അടുത്തത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോൾസ് നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും നിങ്ങളുടെ ലോങ് ടേം ഗോൾസ് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനിയിപ്പം നിങ്ങളുടെ റിട്ടയർമെൻറ്റിലേക്കൊക്കെ നിങ്ങൾ എത്തുമ്പോൾ റിസ്ക് എക്സ്പോഷർ കുറച്ചിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങൾ എടുക്കണം. ഇനി ജസ്റ്റ് സ്റ്റോക്സ് അതുപോലെ മ്യൂച്വൽ ഫണ്ട് അല്ലാതെ എല്ലാ അസറ്റ്സ് തന്നെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ലൈക്ക് ഇപ്പോൾ PPF, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ഒക്കെ. ഇനി ഓരോ അസറ്റ് ക്ലാസ് ലൈക്ക് ഇപ്പോൾ ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റിൽ നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ചാണ് അലോക്കേഷൻ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാർജ്, മിഡ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. സോ ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ കംപ്ലീറ്റ് വ്യൂ ഉറപ്പ് വരുത്തും. ഇനിയിപ്പം റീബാലൻസിങ് ചെയ്യുമ്പോൾ ടാക്സ് ഇംപ്ലിക്കേഷൻസും ഉണ്ടാവും, മെയിൻലി ടാക്സിബിൾ അക്കൗണ്ട്സിന്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കുറയ്ക്കാനുള്ള സ്ട്രാറ്റജി നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് ഇപ്പം NPS ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതാവുമ്പോൾ ടാക്സ് ബെനിഫിറ്റും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ നൽകും. പക്ഷേ അതിൽ റെസ്ട്രിക്ഷൻസ് അതുപോലെ ചാർജുകളൊക്കെ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാനുള്ള ടിപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബാലൻസ്ഡ് അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ റിസ്ക്കും റിട്ടേണും തീരുമാനിക്കുന്ന ഒരു മെയിൻ കാര്യം തന്നെയാണിത്. ഇനി അടുത്തപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. ഇപ്പോൾ റീബാലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുകളൊക്കെ നമ്മൾ കണക്കാക്കണം, ലൈക്ക് ഇപ്പോൾ ടാക്സ് ലയബിലിറ്റി, ഫീസൊക്കെ. ഇനി അടുത്ത് നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ അതിൽ ഇക്കണോമിക് ട്രെൻഡിങ്ങിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് റീബാലൻസിങ് ഡിസിഷനൊക്കെ ശരിയായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അടുത്തത് റിസ്ക് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് കൺസിഡർ ചെയ്യേണ്ടത് ഇവിടെ പ്രധാനമാണ്. ലൈക്ക് ഇപ്പം റിസ്ക് കുറയ്ക്കാനായിട്ട് നമ്മൾ റീബാലൻസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പോർട്ട്ഫോളിയോയിൽ ഒരു സിംഗിൾ അസറ്റ് ഡോമിനേറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതൊക്കെ ആയിട്ട്. ഇനിയിപ്പം ഇൻവെസ്റ്റേഴ്സിൻ്റെ റീബാലൻസിങ് പ്രോസസ്സ് തീർച്ചയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അഡ്വൈസ് എടുക്കാം.
ഇനിയിപ്പോൾ അടുത്ത് നിങ്ങൾ എടുത്ത തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. അതായത് എന്തിന്, അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ റീബാലൻസ് ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപകാരപ്പെടും. ഫൈനലി നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിരിക്കുക, അതുപോലെ തന്നെ ലോങ് ടേം പെർസ്പെക്റ്റീവ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. സോ നിങ്ങളുടെ സ്ട്രാറ്റജി അതനുസരിച്ച് മാറ്റവും വരുത്തണം. ഇനി നമുക്ക് കുറച്ച് റീബാലൻസിങ് സ്ട്രാറ്റജീസ് നമുക്ക് നോക്കാം. അപ്പോൾ റീബാലൻസിങ് സ്ട്രാറ്റജീസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം പോർട്ട്ഫോളിയോ റീബാലൻസിങ്ങിലെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ശരിക്കും എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഇനി റീബാലൻസ് ചെയ്യാനുള്ള 5 വഴികൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യത്തെ ബേസ്ഡ് ഓൺ ടൈമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് വഴി നമ്മളൊരു സ്പെസിഫിക് ടൈം ഇൻ്റർവെൽ സെറ്റ് ചെയ്യുക. അതായത് പോർട്ട്ഫോളിയോ റിവ്യൂവിനായിട്ട് ഇപ്പം ആനുവലി അല്ലെങ്കിൽ ക്വാർട്ടർലി അങ്ങനെ ഒരു ടൈം നമ്മൾ വെക്കുക. സോ ഇവിടെ നമ്മൾ മാർക്കറ്റ് കണ്ടീഷൻ നോക്കാതെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എല്ലാ ക്വാർട്ടർലി അല്ലെങ്കിൽ ഇയർലി ബേസിൽ നമ്മൾ റീബാലൻസിങ് നമ്മൾ സ്ട്രാറ്റജി നമ്മൾ എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ റിവ്യൂ ചെയ്യും, അല്ലെങ്കിൽ എല്ലാ 1 വർഷം കൂടുമ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യും. ഇനി അടുത്ത് എമർജിങ് ട്രെൻഡിൻ്റെ ബേസിലാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യാൻ കുറച്ചും കൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാർക്കറ്റിലെ ട്രെൻഡ് അനുസരിച്ച് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് റീബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ IT മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നല്ലൊരു എമൗണ്ട് IT സ്റ്റോക്സിലേക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ റീബാലൻസിങ്ങിനുള്ള സമയമായിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് റീബാലൻസ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം സുഖമില്ലാണ്ടൊക്കെ ആയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് കുറച്ച് സ്റ്റേബിൾ ഫോമിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഫണ്ട് ഉണ്ടാവും. ഇനിയിപ്പം റീബാലൻസിങ്ങിനായിട്ട് ഒരു സ്പെസിഫിക് റൂൾ നിങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്വിറ്റി സ്റ്റോക്സിൽ നമ്മൾ PE റേഷ്യോ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ PE റേഷ്യോ 20ന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോക്സിലെ ഷെയറിൻ്റെ 5% നിങ്ങൾ കുറയ്ക്കുവാണ്. ഇനിയിപ്പം 24% ക്രോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 5% കുറയ്ക്കുവാണ്. അപ്പം ഇതിൻ്റെ പുറകിൽ ലോജിക്ക് ഇതാണ്, വാല്യൂഷൻ കൂടി നിൽക്കുമ്പോൾ സ്റ്റോക്സിലുള്ള ഹോൾഡിങ്സ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ ടാക്സ് ലയബിലിറ്റീസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് വന്നതിന് ശേഷം നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ ഡിവിഡൻഡ് പ്ലാനിൽ നിന്ന് നമ്മൾ ഗ്രോത്ത് പ്ലാനിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോത്ത് പ്ലാനിൽ ഡിവിഡൻഡ് പ്ലാനുകളെ പോലെ തന്നെ അഡീഷണൽ ടാക്സ് ബർഡൻ ഒന്നുമില്ല. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ചും കൂടി വളരും. ഇനി നിങ്ങൾക്ക് അടുത്ത് ഒറിജിനൽ അലോക്കേഷൻ്റെ ബേസിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് അലോക്കേഷൻ സ്ട്രാറ്റജി നിങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ 60-30-10 അലോക്കേഷനാണ് എടുക്കുന്നത്. അതായത് 60% ഇക്വിറ്റിയിലേക്ക്, 30% ഡെറ്റിലേക്ക്, അതുപോലെ 10% ലിക്വിഡ് ഫണ്ട്സിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒറിജിനൽ അലോക്കേഷനേക്കാളും ഒരു 5% കൂടുതലെങ്കിലും അസറ്റ്സ് ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റീബാലൻസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്രോച്ച് വഴി നമ്മൾ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾ അതുപോലെ റിസ്ക് അപ്പറ്റേറ്റ് ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ഒത്തു പോകുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ ഉറപ്പുവരുത്തണം. ഇനി അടുത്ത് ടാക്ടിക്കൽ അലോക്കേഷൻ ബേസ്ഡ് ആണ്. ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അനുസരിച്ചിട്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിക്സിൽ മാറ്റി വരുന്ന ഒരു അപ്രോച്ചാണിത്. അപ്പം ഇതിൻ്റെ പുറകിലെ ഐഡിയ ഇത്രയേ ഉള്ളൂ. അതായത് വില കുറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് വില കൂടി നിൽക്കുമ്പോൾ നമ്മൾ വിറ്റ് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പം ഇവിടെ വരുന്നൊരു ചലഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് ടൈം ചെയ്യുന്നതിലാണ്. കാരണം മാർക്കറ്റ് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. സോ നമുക്ക് എപ്പോൾ മാറ്റം വരുത്തണം എന്നുള്ളതൊക്കെ ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്യുന്ന ചെറിയൊരു മാറ്റം മാത്രം വരുത്താനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 60% അലോക്കേഷൻ നിങ്ങൾക്ക് സ്റ്റോക്സിലേക്കാണുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരുപാടൊന്നും നിങ്ങൾ അങ്ങ് മാറ്റം വരുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 65 അല്ലെങ്കിൽ 70% ഒക്കെ ആയിട്ട് കൂട്ടാം. ഇപ്പോൾ സ്റ്റോക്സ് നല്ലപോലെ പെർഫോം ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ. ഇനിയിപ്പം ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു 50 അല്ലെങ്കിൽ 55% കുറയ്ക്കുകയും ചെയ്യാം. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ഇതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രാറ്റജിക് അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻസ് ടെക്നിക്ക് ഇപ്പോൾ റെഗുലർ റീബാലൻസിംഗ് കൂടെ ഒരു ടാക്ടിക്കൽ അലോക്കേഷൻ ഒക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മുടെ ഫൈനാൻഷ്യൽ ഗോൾ അതുപോലെ റിസ്ക് ടോളറൻസ് ആയിട്ട് ഒത്തു പോകുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ റീബാലൻസ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കമൻസിൽ പറയാം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. പിന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു ജനറൽ ഗൈഡൻസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഡിസിഷനൊക്കെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അത് ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് അത് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണൽ അഡ്വൈസിനായിട്ട് നിങ്ങളൊരു ഫൈനാൻഷ്യൽ അഡ്വൈസറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.